കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. MKMCSA പെരുമ്പെഴുതൂർ ഇടവകയായി ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേകമായ ആരാധനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ആരാധന ആരംഭിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്ന് ഈ പരിശുദ്ധ ദിവസത്തിന്റെ സന്തോഷം കാണുവാൻ ഞങ്ങളെ ഒരുക്കിയ കൃപകൾക്കായി നന്ദി കരയേറ്റുന്നു. പലതരത്തിലുള്ള പ്രതിസന്ധികളും ഭയപ്പാടുകളും നിറഞ്ഞിരിക്കുന്ന ഒരു ലോക ജീവിത സാഹചര്യത്തിൽ ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്നേഹിക്കുന്ന വിധങ്ങൾക്കായി നന്ദി കരയേറ്റുന്നു. ഇന്നും തിരുസന്നിധാനത്തിലേക്ക് ഞങ്ങൾ വ്യത്യസ്ത ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഹൃദയം കൊണ്ട് അടുത്തു വരുന്നു. അരുമനാഥനടിയങ്ങളോട് മനസ്സൊലിയണമേ കർത്താവേ. ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അവയുടെ നടുവിൽ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സമാധാനത്തിനായും ആശ്വാസത്തിനായും ഞങ്ങൾ വിനയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയും ദൈവവചന കേൾവിയും ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. എല്ലാ ക്രമീകരണങ്ങളിലും കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയുണ്ടായി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പാഠപുസ്തകത്തിലെ 128 ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. പാപസങ്കടം താങ്ങിയിടാൻ എന്നാരംഭിക്കുന്ന പാഠം.
പരിശുദ്ധ ദിവസത്തിൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഈ നല്ല നിമിഷങ്ങളിൽ ജീവന്റെ ഉടയവനായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും ആരാധനയിലുള്ള വലിയ സന്തോഷം അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേറിട്ട ഒരവസരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ആരാധനയിലൂടെ ആ വലിയ സന്തോഷം ഹൃദയംഗമായി അനുഭവിക്കുന്നതിന് നമ്മെ തന്നെ സമ്പൂർണമായും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരാഴ്ചക്കാലം ഈ ഭൂമുഖത്ത് പാർക്കുവാൻ ദൈവം അവസരം നൽകി, അനുകൂലമായ സാഹചര്യങ്ങളെ നൽകി, പലതരത്തിൽ നമ്മെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ജീവിതത്തിന് വേണ്ടുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി ദൈവം നമുക്ക് ദാനമായി തന്നു. ലോകത്തിൽ അനേകരെക്കാളും ശ്രേഷ്ഠമായി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദേശത്തെയും ദൈവം സ്നേഹിച്ചു. എന്നാൽ പല സമയങ്ങളിലും നമുക്ക് ഈ ദൈവത്തെ നന്ദിയോടുകൂടെ ഓർക്കുവാൻ, ദൈവസന്നിധിയിൽ വിനയമുള്ളവരായിരിക്കുവാൻ, ദൈവസന്നിധിയിൽ ആരാധനയും പ്രാർത്ഥനയുമുള്ളവരായിരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ വ്യത്യസ്തങ്ങളായ ചിന്തകൾ കൊണ്ടും നമ്മുടെ നോട്ടങ്ങൾ, ഭാവങ്ങൾ കൊണ്ടും നാം ദൈവ സാന്നിധ്യത്തെ അകന്ന്, ദൈവസ്നേഹത്തെ മറന്ന്, ദൈവ ആലോചനയ്ക്ക് വിരുദ്ധമായി ഒക്കെ ജീവിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വലിയ വേദനകൾ ഉണ്ടായിട്ടുണ്ട്, ശത്രുതയെ ഉണ്ടായിട്ടുണ്ട്, പകയും വിദ്വേഷവും കോപവും നിറഞ്ഞവരായി മാറിയിട്ടുണ്ട്. നമ്മെപ്പോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഈ പ്രത്യേകമായ സമയത്ത് ദൈവഹിതത്തിന് വിരുദ്ധമായി നാം ചെയ്തു പോയ, പറഞ്ഞുപോയ, ചിന്തിച്ചുപോയ എല്ലാ കാര്യങ്ങളെയും വളരെ വിനയത്തോടുകൂടെ ഉണർന്ന്, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ എൻ്റെ പലതരത്തിലുള്ള ചെയ്തികൾ കൊണ്ട് പാപം ചെയ്തവനായി, പാപം ചെയ്തവളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തോട് ദൈവമേ മനസ്സലിയണമേ. എൻ്റെ ഹൃദയത്തിലെ കളങ്കങ്ങളെ, കറകളെ കഴുകി ഒരു പുതിയ ജീവിതത്തിൻ്റെ ഉടമയാക്കി മാറ്റണമേ. ദൈവസ്നേഹം നിറയുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി, ദൈവസമാധാനം നിറയുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ഇടവക, ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ കുടുംബം വ്യത്യസ്തമായ നിലകളിൽ ദൈവസാന്നിധ്യത്തെ വിട്ട് അകന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ പേരോടും ദൈവം തമ്പുരാൻ മനഃപൂർവ്വമായി ക്ഷമിക്കണമേ. നാം വളരെ വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഉണർന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനാക്രമം 10-ാമത്തെ പേജിലെ 2-ാമത്തെ പ്രാർത്ഥന. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് നമ്മോട് മനസ്സൊന്നിഞ്ഞ് നമ്മുടെ എല്ലാ പേരുടെയും പാപങ്ങൾ നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അത് വിശ്വാസത്താൽ അംഗീകരിച്ചുകൊണ്ട്, ഏറ്റെടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതേ കർത്താവേ, നീ നൽകിയിരിക്കുന്ന സകല നന്മകൾക്കായി, സകല നല്ല ദാനങ്ങൾക്കായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിനയത്തോടെ സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം, സൗഖ്യം, സമാധാനം, സന്തോഷം, കുടുംബപരമായ എല്ലാ നന്മകൾ, മക്കൾ,
മാതാപിതാക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി ചികിത്സകൾ ശുശ്രൂഷകൾ ചെയ്യുന്ന, ഞങ്ങളെ പരതലത്തിൽ നേതൃത്വം വഹിച്ച് സഹായിക്കുന്ന എല്ലാവരും നിന്റെ ദാനമാണ് എന്ന് ഞങ്ങൾ ഉണരുന്നു. അവരിലൂടെ എല്ലാം ലഭിക്കുന്ന നന്മകൾ ദൈവത്തിന്റെ വലിയ കൃപകളാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ അവയെല്ലാം ഓർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുന്നു. ലഭിച്ചിരിക്കുന്ന പാപക്ഷമ അംഗീകരിച്ചുകൊണ്ട് ദൈവമേ നിന്റെ സന്നിധിയിൽ ഞങ്ങളെല്ലാവരും സ്തോത്രമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. 42-ാം സങ്കീർത്തനം നമുക്കൊരുമിച്ച് വായിക്കാം. 42-ാം സങ്കീർത്തനം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കുന്നു. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എന്റെ പാറയായി ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ ഒരു വേദഭാഗം വായിച്ച് കേൾക്കാം. വായിക്കുവാൻ നൽകിയിരിക്കുന്ന സുവിശേഷ പാഠഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെ. യോഹന്നാൻ 14-ാം അധ്യായം 15 മുതൽ 21 വരെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവരെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഈ വായിച്ച സുവിശേഷ പാഠഭാഗങ്ങൾ ദൈവം ഏവരും സമൃദ്ധി അനുകരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രത്യേകമായ ആരാധനയിൽ നാം ഒരുമിച്ച് അല്പസമയം ദൈവവചന ധ്യാനത്തിനായി പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങുകയാണ്. ദൈവികമായ സമൃദ്ധിയും സന്തോഷവും അനുഭവിക്കുവാൻ എല്ലായ്പ്പോഴും സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്.
എങ്കിലും മനുഷ്യന്റെ ജീവിതം എന്തുകൊണ്ടാണ് ഇത്ര ദുസ്സഹമായി തീരുന്നത്, പ്രയാസമുള്ളതായി തീരുന്നത്? മനുഷ്യൻ പരാജിതനും ലജ്ജിതനുമായി മാറുവാൻ കാരണമെന്താണ്? വേദപുസ്തകം നൽകുന്ന മറുപടി വളരെ ലളിതമാണ്. മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുവാൻ, അവന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാൻ പലപ്പോഴും മനുഷ്യന് മനസ്സാകുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു ദാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വാഗ്ദത്തം അഥവാ അനുഗ്രഹം വളരെ വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നാം ഇന്നത്തെ ഈ ആരാധനയിൽ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മെ പലതരത്തിൽ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഥവാ ബോധ്യപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപിയായിരിക്കുന്നവനെ അവൻ പാപം ചെയ്ത് പാപത്തിന്റെ അടിമയായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തും. അനീതി ചെയ്യുന്നവനെ അനീതിയാണ് നീ ചെയ്യുന്നത് എന്ന് അവനെ ബോധ്യപ്പെടുത്തി നീതിയെക്കുറിച്ച് അവനെ ഓർമ്മപ്പെടുത്തും. ഇത് രണ്ടും ചെയ്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിട്ട് അകന്നുപോയവന് ഒരു ന്യായവിധിയുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ ഓർമ്മപ്പെടുത്തും. യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകാശം അതുപോലെ ഭൂമി അവിടെയുള്ള സകല അത്ഭുതങ്ങളെ ദൈവം തമ്പുരാൻ കാലാകാലങ്ങളിൽ കാണിക്കും എന്നാണ്. അതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ബോധ്യപ്പെടുത്തലാണ് എന്ന് നമ്മൾ വായിക്കുകയാണ്. യോവേൽ പ്രവാചകൻ പിന്നെയും പറയുന്നുണ്ട്, പ്രായഭേദമന്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാ പേരുടെ മേലും പകരും. അവരെല്ലാവരും ദൈവാത്മാവിന്റെ നിറവ് ഉള്ളവരായി മാറും. അവരെല്ലാവരും കാലഘട്ടത്തിനനുസരിച്ച് പ്രവചനം നിറവേറ്റും എന്ന് പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം വളരെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വരും വരായികളെ കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഓർമ്മപ്പെടുത്തലായിട്ട് നൽകുന്നത്, അഥവാ മനുഷ്യന് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, അനുഭവങ്ങളായി നമ്മുടെ മുൻപിൽ എത്തുകയാണ്. ചിലത് പഠനങ്ങളായി നമ്മുടെ മുൻപിൽ എത്തുന്നുണ്ട്. ചില ആളുകൾ ആലോചനകളായി നമ്മുടെ മുൻപിൽ വരാറുണ്ട്. അതെല്ലാം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ വളരെ സത്യമാണ് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതെല്ലാം നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ വെളിപ്പെടുത്തലുകളായി, ദൈവത്തിന്റെ ചില ഓർമ്മപ്പെടുത്തലുകളായി നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അത് നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ജീവിതത്തിന്റെ പാപാവസ്ഥ, ജീവിതത്തിന്റെ ബലഹീനതകൾ, നമ്മൾ തന്നെ മറന്നുപോയ ഒരുപാട് തരത്തിലുള്ള ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വെളിപ്പെടുത്തലുകളായി, ഓർമ്മപ്പെടുത്തലുകളായി ചില സമയങ്ങളിൽ നമ്മുടെ മുൻപിൽ എത്താറുണ്ട്. അപ്രതീക്ഷിതമായ വ്യക്തികളിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ മക്കൾ മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തും, ഭാര്യ ഭർത്താവിനെ ഓർമ്മപ്പെടുത്തും, ഭർത്താവ് ഭാര്യയെ ഓർമ്മപ്പെടുത്തും, മാതാപിതാക്കൾ മക്കളെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ അവരിലൂടെയെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമ്മുടെ ചെയ്തികളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തലുകൾ വരാറുണ്ട്. ചില കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അവർ നമ്മെ ബോധ്യപ്പെടുത്തുന്ന അവസരങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ഓർമ്മിക്കേണ്ടുന്ന വലിയൊരു സത്യം ഇതാണ്, നമ്മൾ ശരിയായത് ശ്രദ്ധിക്കുവാൻ തയ്യാറാകുമ്പോൾ, ശരിയായത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുവാൻ
അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. എന്നാൽ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ, അനുസരിക്കാതെ പോകുമ്പോൾ അത് നാശത്തിന്, പരാജയത്തിന് കാരണമായി മാറുകയാണ്. അതുകൊണ്ട് ചില ഓർമ്മപ്പെടുത്തലുകൾ അനുഗ്രഹത്തിനും ചില ഓർമ്മപ്പെടുത്തലുകൾ നാശത്തിനും കാരണമായി തീരാറുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ അമ്മയായ മറിയയ്ക്കുള്ള വെളിപ്പാട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തുന്നത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്നാണ്. അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി മാറി എന്ന് നമ്മൾ വായിക്കുകയാണ്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഹിസ്കിയാവ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു രാജാവിന് മരിക്കത്തക്ക രോഗം പിടിപെട്ട് ക്ഷീണാവസ്ഥയിലോട്ട് മാറുമ്പോൾ യെശയ്യാവ് എന്ന ദൈവത്തിന്റെ ദാസൻ രാജാവിന്റെ അരികിലേക്ക് വന്ന് ഇപ്രകാരം പറഞ്ഞു: ഹിസ്കിയാവേ, നീ മരിച്ചു പോകും, അതുകൊണ്ട് നിന്റെ ഗ്രഹകാര്യം, നിന്റെ കുടുംബകാര്യം ക്രമത്തിലാക്കുക എന്ന് അവനോട് പറയുകയാണ്. അത് ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തലായി നമ്മളത് വായിക്കുകയാണ്. കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യൂദയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അദ്ദേഹത്തിന് വളരെ നേരത്തെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടായി. ഓർമ്മപ്പെടുത്തലുകൾ, ബോധ്യപ്പെടുത്തലുകൾ അംഗീകരിക്കുവാൻ ഇടയായ സന്ദർഭങ്ങളിൽ അനുഗ്രഹമുണ്ടായിട്ടുണ്ട്. ആ ഓർമ്മപ്പെടുത്തലുകൾ തിരസ്കരിക്കുവാൻ ഇടയായ സന്ദർഭങ്ങളിൽ വലിയ നാശം, വലിയ പരാജയം ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ചില മാസങ്ങൾക്ക് മുൻപ് ലോകത്തെ തന്നെ കടന്നാക്രമിച്ച കൊറോണ വൈറസിന്റെ വ്യാപനം, ആ വ്യാപനത്തെക്കുറിച്ച് അത് രൂപം കൊണ്ട രാജ്യത്തിൽ നിന്ന് ചില അറിയിപ്പുകൾ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ചെന്നപ്പോൾ, അതിനെക്കുറിച്ചുള്ള അറിവ് ലോകത്തിലേക്ക് പരന്നപ്പോൾ വളരെ പ്രബലമായ ചില രാജ്യങ്ങൾ അത് വളരെ നിസാരം എന്ന് കരുതി. അത് വലിയൊരു കാര്യമായിട്ട് പരിഗണിച്ചില്ല. അത് ആ മുന്നറിയിപ്പ് ഏറ്റെടുക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട്, അത് ഗൗരവമായി കാണുവാൻ ഇടയാകാത്തത് കൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ അതിന്റെ തിക്തഫലം ഇന്ന് അനുഭവിക്കുകയാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വളരെയേറെ പ്രയാസം നേരിടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഒരു മടങ്ങി വരവിനുള്ള അവസരം സൃഷ്ടിക്കുകയാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങാൻ ഒരു ഓർമ്മപ്പെടുത്തലായി മാറുകയാണ്. ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാറുകയാണ്. ജീവിതത്തിൽ ചില യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള അവസരങ്ങളായിട്ട് മാറുകയാണ്. പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്: നിങ്ങൾ സത്യം അറിയുമ്പോൾ സ്വതന്ത്രരായിട്ട് മാറും. ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സത്യത്തിന്റെ, നീതിയുടെ പാതയെക്കുറിച്ചാണ്, ദൈവസ്നേഹത്തിന്റെ പാതയെക്കുറിച്ചാണ്, ദൈവത്തിങ്കിലേക്ക് മടങ്ങാനുള്ള വഴികളെക്കുറിച്ചാണ് ദൈവാത്മാവിലൂടെ മാനവരാശിയെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ കാലടികളെ, അവന്റെ ജീവിതത്തിന്റെ പാതയെ ഒന്ന് നോക്കാൻ, നിയന്ത്രിക്കാൻ ദൈവാത്മാവ് പല അവസരങ്ങളും അവന് നൽകാറുണ്ട്. ബോധ്യപ്പെടുത്തലുകളിലൂടെ, ഓർമ്മപ്പെടുത്തലുകളിലൂടെ, ചില വ്യക്തികളുടെ സംഭാഷണത്തിലൂടെ, ചില ദൈവദാസന്മാരുടെ വചനപ്രഘോഷണത്തിലൂടെ, തിരുവചന പാരായണത്തിലൂടെ ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഇടപെടുവാൻ ഇടയായി തീരാറുണ്ട്. പ്രിയമുള്ളവരെ, ദൈവാത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ, ഓർമ്മപ്പെടുത്തലുകൾ നിരസിക്കുവാൻ ഇടയായി തീരരുത്. ദൈവാത്മാവിന്റെ മറ്റൊരു അനുഗ്രഹം നമ്മൾ വായിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കുന്നവനാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കുന്നവനാണ്. അത് ദൈവാത്മാവിന്റെ വലിയൊരു അനുഗ്രഹമായി നമ്മൾ കാണുകയാണ്. ഇന്ന് വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. എല്ലാവരും പല സാഹചര്യങ്ങളിലും നമ്മെ ഭയപ്പെടുത്തുന്നവരായി മാറാറുണ്ട്. നമ്മൾ തന്നെ ഭയപ്പെട്ടു പോകും, ഭയമുണ്ടാകും. ജീവിതത്തെക്കുറിച്ച്, ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചൊക്കെ ഓർത്ത് ഭയപ്പെട്ടു പോകുന്ന അനവധി സന്ദർഭങ്ങൾ ഉണ്ട്. എങ്കിലും ഉള്ളിൽ ഒരു ധൈര്യം, പുറമെ ഒരുപാട് ഭയപ്പാടുകൾ ഉണ്ട് എങ്കിലും ഉള്ളിൽ ഒരു ധൈര്യം ലഭിക്കുന്നത് ദൈവാത്മാവിന്റെ അനുഗ്രഹമാണ്. കൂടെ ഒരാൾ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്
ദൈവാത്മാവിന്റെ അനുഗ്രഹമാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി ജീവിത സാഹചര്യങ്ങളെ നേരിടുവാൻ നമ്മെ ഒരുക്കുന്നത് ദൈവാത്മാവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. കൂടെ ഉണ്ട് എന്ന ഉറപ്പ് അവന് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും. നമ്മൾ അംഗീകരിക്കുമ്പോൾ, നമ്മളത് വിശ്വസിക്കുമ്പോൾ നമുക്ക് അത് വലിയൊരു അനുഗ്രഹമായി മാറുകയാണ്. 3 അനുഗ്രഹങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മളിന്ന് വായിച്ചു കേട്ടത്. അവൻ കൂടെ വസിക്കുന്നവനായി നമ്മോട് കൂടെ ഉണ്ട്. കൂടെ വസിക്കുന്നവനായി നമ്മെ സഹായിക്കുന്നവൻ, അനാഥരായി വിടാതെ നമ്മോട് കൂടെ ഒരു തുണയായി കൂടെ ഇരിക്കുന്നവൻ, അനാഥരായി വിടാതെ ഒരു തുണയായി എല്ലായ്പ്പോഴും കൂടെയിരുന്ന് നമ്മെ സഹായിക്കുന്നവൻ. 3-ാമത് പറയുന്നത്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. മരണത്തിന്, ക്ഷീണതയ്ക്ക് ഒന്നും വിട്ടുകൊടുക്കുവാൻ ഇടയാകാതെ ജീവനുള്ള ദേഹികളായി ശക്തിയുള്ളവരായി നിൽക്കുവാൻ നമ്മെ ഒരുക്കുന്നത്, നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ നാം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദർശനത്തിന്റെ സമൃദ്ധി ഉണ്ടാവുക, ദർശനമുള്ളവരായി മാറുക, ലക്ഷ്യമുള്ളവരായി മാറുക, ജീവിതത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരായി മാറുക. യെശയ്യാവിന്റെ പ്രവചനം 40-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ അവർ തങ്ങളുടെ ശക്തിയെ പുതുക്കും. ദൈവാത്മാവിനായി കാത്തിരിക്കുന്നവർ തങ്ങളുടെ ശക്തിയെ പുതുക്കും. അവർ ദർശനമുള്ളവരായി മാറും, ശക്തിയുള്ളവരായി മാറും. മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ആശങ്കയില്ലാത്തവരായി മാറും. കാരണം എന്നോടുകൂടെ പുറമേ ആരും ഇല്ല എങ്കിലും എന്റെ അകമേയുള്ളവൻ, എന്നോടുകൂടെ ഇരുന്ന് എന്നെ സഹായിക്കുന്നവൻ, എന്നെ ജീവിപ്പിക്കുന്നവൻ, എനിക്ക് തുണയായിരിക്കുന്നവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി എന്നോടുകൂടെ ഉണ്ട് എന്ന് ഒരു ദൈവാത്മാവുള്ള പൈതലിന് വളരെ സന്തോഷത്തോടുകൂടെ പറയുവാൻ ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ദൈവാത്മാവിന്റെ വാസം ഇല്ലാത്തവൻ, ദൈവാത്മാവിന്റെ ശക്തിയില്ലാതെ, ദർശനമില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ മുരടിച്ചു പോകുവാൻ സാധ്യതയുണ്ട്, ജീവിതത്തിൽ തളർന്നു പോകുവാൻ സാധ്യതയുണ്ട്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ജീവിതങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. യെഹെസ്കേലിന്റെ പ്രവചനം 37-ാം അധ്യായത്തിൽ വായിക്കുന്നത് അങ്ങനെ ഒരു സന്ദർഭത്തെ കുറിച്ചാണ്. അവിടെ പറയുന്നത് മനോഹരമായൊരു താഴ്വരയെ കുറിച്ചാണ്. പക്ഷെ താഴ്വരകൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് അസ്ഥി കഷ്ണങ്ങൾ കൊണ്ടാണ്, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന് പ്രവാചകൻ ദർശിക്കുന്നുണ്ട്. ജീവനില്ലാത്ത അവസ്ഥയാണല്ലോ അസ്ഥി കൂമ്പാരങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജീവനില്ലാത്ത അവസ്ഥ, പ്രവർത്തനമില്ലാത്ത അവസ്ഥ, സ്നേഹമില്ലാത്ത അവസ്ഥ, സന്തോഷമില്ലാത്ത അവസ്ഥയാണ് അസ്ഥി കഷ്ണങ്ങൾ, അസ്ഥി കൂമ്പാരങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് അങ്ങനെ ഒരുപാട് താഴ്വരകൾ നമ്മുടെ മധ്യേ ഉണ്ട്. കുടുംബ താഴ്വരകൾ, കൂട്ടായ്മകളുടെ താഴ്വരകൾ, ഇനിയും സംഘടനകളുടെ താഴ്വരകൾ, ഇടവകകളുടെ താഴ്വരകൾ എല്ലാം അസ്ഥികൾക്ക് സമാനമായി നിർജീവങ്ങളായ അവസ്ഥയിൽ പരിണമിച്ചു പോയത് നമ്മൾ മനസ്സിലാക്കുകയാണ്. എല്ലാ സംഗതികളുമുണ്ട്, കാണുമ്പോൾ ഒരു താഴ്വരയുടെ അനുഭവമാണ്. പക്ഷേ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാകും അവിടെ വേണ്ടുന്ന ദൈവീകമായ ശക്തിയില്ല, ദൈവീകമായ സ്നേഹമില്ല, ദൈവീകമായ സന്തോഷമില്ല, പരസ്പരം മിണ്ടാട്ടമില്ല, പരസ്പരം ഉള്ള കൈകോർക്കലുകളില്ല, പരസ്പരമുള്ള ശക്തിപ്പെടുത്തലുകളില്ല. നിർജീവങ്ങളായ അവസ്ഥ, കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ, കണ്ടുകൂടായ്മകൾ മാത്രമേ ഉള്ളൂ, വ്യക്തി വൈരാഗ്യങ്ങൾ, പഴികൾ, ദുഷികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള താഴ്വരകൾ നമ്മുടെ മുൻപിൽ ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ അതിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇവിടെ പ്രവാചകൻ ആ താഴ്വരയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ വചനം കേൾക്കുക, ദൈവത്തിന്റെ വചനം കേൾക്കുക. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ വചനത്തെ കേൾക്കുമ്പോൾ, അവന്റെ കൽപ്പനകളെ കേൾക്കുമ്പോൾ, അത് കാത്തുസൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവാത്മാവിനാൽ നിറയപ്പെടുന്നവരായി മാറും. ദൈവാത്മാവിനാൽ നിറയപ്പെടുന്നവരാണ് ആ താഴ്വരയിൽ നിന്ന് വലിയൊരു സൈന്യമായി എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നത്. ശക്തിയുള്ള, എന്തിനും സജ്ജരായ വലിയൊരു സൈന്യമായി എഴുന്നേൽക്കുവാൻ ഇടയായത് ദൈവാത്മാവിനാൽ നിറഞ്ഞപ്പോഴാണ്. അവൻ നമ്മെ സഹായിക്കുന്നവനാണ്, എഴുന്നേൽക്കുവാൻ സഹായിക്കുന്നവൻ, നടക്കുവാൻ സഹായിക്കുന്നവൻ, പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നവൻ, സൈന്യമായി മുൻപോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നവൻ. 3-ാമത്തെ അനുഗ്രഹം നമ്മൾ വായിക്കുന്നു, ദൈവാത്മാവ് നമ്മെ നയിക്കുന്നവനാണ്. ദൈവാത്മാവ് നമ്മെ നയിക്കുവാൻ മതിയായവനാണ്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ സത്യത്തിലും ആത്മാവിലും അവൻ വഴി നടത്തും.
നമുക്ക് മുൻപേ നടന്ന് സത്യത്തിന്റെ പാതയിലൂടെ, ആത്മാവിന്റെ പാതയിലൂടെ അവൻ നമ്മെ നടത്തുവാൻ മതിയായവൻ. യേശു കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെടുവാനല്ല, പരാജയത്തിലേക്ക് തള്ളിവിടുവാനല്ല, മരുഭൂമിയിലേക്ക് ആനയിച്ചത് ശക്തിപ്പെടുവാനാണ്. മരുഭൂമിയിലേക്ക് ആനയിച്ചത് ആത്മാവിൽ നിറയുവാനാണ്. മരുഭൂമിയിലേക്ക് ആനയിച്ചത് പുതിയ ദർശനങ്ങൾ ഉൾക്കൊള്ളുവാനാണ്. മരുഭൂമിയിലേക്ക് ആനയിച്ചത് ഒരു ഒരുക്കത്തിന് വേണ്ടിയാണ്. തുടർന്നുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി, ഒരു ഒരുക്കത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനം എഴുതുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, സ്വച്ഛമായ ജലത്തിന്റെ അരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. യഹോവ എന്റെ ഇടയനാണ്. എന്റെ ഇടയനായ ദൈവം എന്നെ നടത്തുന്നത് ശരിയായ പാതയിലേക്കാണ്. അനർത്ഥങ്ങളിലേക്കല്ല, പരാജയങ്ങളിലേക്കല്ല, വലിയ വേദനകളിലേക്കല്ല. അവൻ നടത്തുന്നത് അനുഗ്രഹത്തിന്റെ പാതയിലേക്കാണ്. അവൻ എന്നെ നടത്തുന്നത് അനുഗ്രഹിക്കപ്പെടുവാനും അനുഗ്രഹിക്കുവാനും വേണ്ടിയാണ് അവൻ എന്നെ നടത്തുന്നത്. അതുകൊണ്ട് ദൈവാത്മാവിന് വിധേയപ്പെടുന്നവരാരും ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. ദൈവാത്മാവിന് വിധേയപ്പെടുന്നവർ ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല, ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് എന്ന കർത്താവിന്റെ അപ്പോസ്തലനെ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ദൈവാത്മാവ് നടത്തി. അങ്ങനെ നടത്തിയത് വെറുതെയല്ല, ഒരു രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ, ഒരു രാജ്യത്തിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ, അതാ ഷണ്ടനോട് സംസാരിക്കുവാൻ, അവനെ സ്നാനപ്പെടുത്തുവാൻ, അവനിലൂടെ എത്യോപ്യയിലേക്ക് ദൈവത്തിന്റെ വലിയ സുവിശേഷം കൊണ്ടുപോകുവാനായിട്ടൊരു അവസരത്തിന് വേണ്ടിയാണ്. ആളുകൾ കാണുമ്പോൾ അവനെ ഇതാ നിർജ്ജന പ്രദേശത്തേക്ക് ദൈവാത്മാവ് നടത്തും, ഫലമില്ലാത്ത ഇടത്തേക്ക് നടത്തുകയാണ്. എന്നാൽ ദൈവാത്മാവിന് വിധേയപ്പെടുന്ന ആളുകളെ കുറിച്ച് വലിയൊരു ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. അതിന് വിധേയപ്പെടുമ്പോൾ അനുഗ്രഹമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ, കാണുവാനായിട്ട് കഴിയുക. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മെക്കുറിച്ച് നമുക്കൊരു വിലയിരുത്തൽ വേണം. ഞാൻ ആരുടെ മുൻപിലാണ് വിധേയപ്പെട്ടിരിക്കുന്നത്, ഏത് ആത്മാവിനാണ് ഞാൻ വിധേയപ്പെട്ട് ജീവിക്കുന്നത് എന്ന് നമുക്കൊരു വലിയൊരു ബോധ്യം അനിവാര്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നയമാൻ എന്ന് പറയുന്ന സേനാധിപന്റെ രോഗം മാറിയ സമയത്ത് എലീശ പ്രവാചകന്റെ അരികിലേക്ക് പോയി. രോഗം മാറിയ സമയത്ത് അദ്ദേഹം ഒരുപാട് സമ്മാനങ്ങൾ എലീശയ്ക്ക് വാഗ്ദാനം ചെയ്തു. എലീശ അതൊന്നും വാങ്ങിയില്ല. പക്ഷേ അത് കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു, എലീശയുടെ ശിഷ്യൻ ഗേഹസി. ഇത് കണ്ടപ്പോൾ ആകപ്പാടെ പ്രയാസപ്പെട്ടു പോയി. തന്റെ യജമാനൻ ഒന്നും വാങ്ങാതെ നയമാനെ ആ സമ്മാനങ്ങളെല്ലാം കൊടുത്ത് തിരികെ അയച്ചു. പക്ഷെ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗേഹസി അതിന്റെ പിന്നാലെ, നയമാന്റെ പിന്നാലെ പോയി കള്ളം പറഞ്ഞ് സമ്മാനങ്ങളിൽ ചിലത് വാങ്ങി മടങ്ങി വരികയാണ്. മടങ്ങി വന്ന് എലീശയോടും കള്ളം പറഞ്ഞു. അവിടെ ഒരു ചോദ്യമുണ്ട്: നീ അത് വാങ്ങുമ്പോൾ, നീ കള്ളം പറഞ്ഞ് ഈ സമ്മാനങ്ങൾ നയമാന്റെ കയ്യിൽ നിന്ന് പറ്റുമ്പോൾ എന്റെ ആത്മാവ് നിന്നോടുകൂടെ ഇല്ലായിരുന്നു. കള്ളം പറയുകയാണ്. അവന്റെ ആത്മാവ് മുഴുവൻ ദുരാദായത്തിലേക്ക്, സമ്മാനങ്ങളിലേക്ക് വഴുതി വീണപ്പോൾ അവനിൽ നിന്ന് നഷ്ടമായി പോയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, ദൈവാത്മാവാണ്. അവൻ ദൈവാത്മാവിന് വിധേയപ്പെടാത്തത് കൊണ്ട്, ഈ ലോകത്തിന്റെ സമ്മാനങ്ങൾക്ക് വിധേയപ്പെട്ടതുകൊണ്ട് അവിടെ നമ്മൾ വായിക്കുന്ന ജീവിതത്തിൽ വലിയ പരാജയം ഗേഹസിക്ക് അനുഭവിക്കേണ്ടി വന്നു. നയമാന്റെ കുഷ്ഠം മുഴുവൻ ഗേഹസിയുടെ ശരീരത്തിൽ അത് ഉണ്ടാകുവാൻ, പകരപ്പെടുവാനിടയായി എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവാത്മാവിന് വിധേയപ്പെടുക, ദൈവാത്മാവ് നടത്തുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുക, ദൈവാത്മാവ് നമ്മെ നയിക്കുന്ന ഇടങ്ങളിലേക്ക് പോകുവാനായിട്ട് ബന്ധപ്പെടുക വളരെ വളരെ അനിവാര്യമായ ഒരു സംഗതി. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ വായിക്കുന്നുണ്ട്. ആത്മാവ് നൽകുന്ന വലിയ അനുഭവങ്ങളെക്കുറിച്ച്, വലിയ സന്തോഷത്തെക്കുറിച്ച്, ആത്മാവ് പുറപ്പെടുവിക്കുന്ന വലിയ നന്മയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ആത്മാവ് നയിക്കുന്നവന് എന്താണ് ലഭിക്കുക, എന്ത് സന്തോഷമാണ്, എന്ത് അനുഗ്രഹമാണ് ലഭിക്കുക എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മാവിന്റെ ഫലമോ അഥവാ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവന് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത, സൗമ്യത ഇവയുണ്ട്.
ആത്മാവിനാൽ നയിക്കപ്പെടുന്നവന്. ഇതിനെതിരെ ഒരു ന്യായപ്രമാണമില്ല എന്നുകൂടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത്, സഭാവിശ്വാസികളോട് പറയുന്നത്, ദേശത്തോട് പറയുന്നത് എന്ത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ കാലഘട്ടത്തിലും ഈ ശബ്ദത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഒരുപാട് അക്രമങ്ങൾ, ഒരുപാട് അഴിമതികൾ, ഒരുപാട് അന്യായങ്ങൾ, അനീതികളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത് സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തുമൊക്കെ കാണുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓർമ്മപ്പെടുത്തുന്ന ദൈവാത്മാവിന്റെ വലിയ കൃപ, നമ്മെ സഹായിക്കുന്ന ദൈവാത്മാവിന്റെ വലിയ ശക്തി, നമ്മെ നയിക്കുന്ന ദൈവാത്മാവിന്റെ വലിയ ദർശനം, വലിയൊരു ലക്ഷ്യം നമ്മിൽ നിറവേറുന്നതിന് നമുക്ക് കുടുംബങ്ങളായി, വ്യക്തികളായി, ഇടവകയായി ദൈവാത്മാവിന് മുൻപിൽ വിധേയപ്പെടാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും കൃപ തന്ന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ഉടക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം കൂടെ, ഒരു പരിശുദ്ധ ദിവസത്തിന്റെ സന്തോഷം കൂടെ കാണുവാനായിട്ടുള്ള ഭാഗ്യം കൃപയാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. വലിയ ഭയപ്പാടുകൾ ഓരോ ദിവസവും നമ്മെ അനുഗമിക്കുന്നു, നമ്മോടുകൂടെയുണ്ട്. വലിയ പ്രതിസന്ധികളാണ് അതിൻ്റെ പിൻപിൽ നമ്മൾ കാണുന്നത്, മുൻപിൽ നമ്മൾ കാണുന്നത്. ഒരു തരത്തിലും മുൻപോട്ട് പോകുവാൻ കഴിയില്ല എന്ന വലിയ സങ്കടം ഓരോ നാളും നമ്മെ ഭരിക്കുന്നുണ്ട്. ഇതിന്റെ നടുവിലാണ് നാം ജീവിക്കുവാൻ പ്രേരിതരായി തീർന്നിരിക്കുന്നത്. നമ്മൾ സമ്മതിക്കുന്ന വലിയൊരു കാര്യമുണ്ട്, ഇത് എന്നെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യം അല്ല. എന്നാൽ ഈ സമയത്ത് അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചില കാര്യങ്ങളിൽ നമ്മെ സഹായിക്കുകയും നമ്മെ ശരിയായ പാതയിലേക്ക് അവൻ നമ്മെ നയിക്കുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ജീവിത ഗതികളെക്കുറിച്ച് ഓർക്കുവാൻ കഴിയട്ടെ. ഞാൻ ആർക്കാണ് വിധേയപ്പെട്ടിരിക്കുന്നത്, ഞാൻ ആരെയാണ് അനുഗമിക്കുന്നത് എന്ന് ഓർക്കുവാനായിട്ട് കഴിയട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ വലിയ വേദനകളുണ്ട്, വലിയ സങ്കടങ്ങളുണ്ട്, ഒന്നുമില്ലായ്മയുടെ അനുഭവങ്ങൾ നമ്മെ ഭരിക്കുന്നുണ്ട്. സാമ്പത്തികമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിലുണ്ട്. വരുമാന സ്രോതസ്സുകളെല്ലാം അടഞ്ഞുപോയി. തൊഴിൽ മേഖലകളെല്ലാം വളരെയേറെ പരാജയമായി തീർന്നിരിക്കുന്നു. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത തരത്തിൽ മാറിയിരിക്കുന്നു. പഠന മേഖലകളും വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു. കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സങ്കടമുണ്ട്. കർത്താവേ, എന്തായിത്തീരും ഞങ്ങളുടെ മക്കളുടെ ഭാവി? പഠനമെല്ലാം പൂർത്തീകരിച്ചല്ലോ, ഒരു ജോലി ഇതുവരെ ലഭ്യമായി തീർന്നിട്ടില്ല. കുടുംബജീവിതത്തിന്റെ പ്രായപൂർത്തിയെത്തി, എന്നാൽ നല്ല ബന്ധങ്ങൾ വന്നിട്ടില്ല. പ്രായം ഏറി പോകുന്നുണ്ട്. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് വർഷങ്ങൾ പിന്നിടുന്നു, ഒരു കുഞ്ഞിനെ ഇതുവരെ ലഭ്യമായി തീർന്നിട്ടില്ല. ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ പല കാര്യങ്ങളെ ചൊല്ലി പരസ്പരമുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയി, സമാധാനം നഷ്ടപ്പെട്ടു പോയി, നല്ല ഉറക്കം ലഭിച്ചിട്ട് നാളുകളായി. ജീവിതത്തിൽ ഒറ്റയ്ക്കായിപ്പോയി എന്ന സങ്കടം ഞങ്ങളെ ഭരിക്കുന്നുണ്ട്. ആര് എന്നെ സഹായിക്കും? ആരെനിക്ക് ആശ്വാസം പറയും? എൻ്റെ വേദനകളിലും എൻ്റെ ദുഃഖങ്ങളിലും എനിക്ക് താങ്ങായി നിൽക്കാൻ ആരുണ്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ നാം തന്നെ സ്വയം ചോദിച്ച് മാറിയിരുന്ന് വിലപിക്കുന്ന ഒത്തിരി അവസരം. മക്കളെ ചൊല്ലി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് അമ്മമാർ
കുടുംബനാഥന്മാർ, രോഗികളായ ഭവനങ്ങളിൽ കഴിയുന്ന ഒത്തിരി ആളുകൾ, ആശുപത്രിയുടെ അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കഠിനമായ രോഗങ്ങൾ ബാധിച്ച് കണ്ണുനീരോടെ കഴിയുന്ന ധാരാളം പേർ, വളരെ സങ്കീർണമായ രോഗം ബാധിച്ച് വേദന മാത്രം കടിച്ചമർത്തി മരണത്തെ മുഖാമുഖം കണ്ട് കഴിയുന്ന സഹോദരങ്ങൾ, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ചികിത്സകളെല്ലാം അസ്തമിച്ചു, ചികിത്സകളിൽ ഫലമില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് മനസ്സുകൊണ്ട് ഭാരപ്പെട്ട് കഴിയുന്ന സഹോദരങ്ങൾ. സർജറി കഴിഞ്ഞു, ഇനി എന്ത്? സർജറി ചെയ്യാനായിട്ട് പോകുന്നു, അതെങ്ങനെ? വലിയ ചികിത്സകൾ എടുക്കാനായിട്ട് പോകുന്നു, അതെങ്ങനെ? ഇങ്ങനെയുള്ള സംശയങ്ങളും ആധികളും ഭാരങ്ങളും. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരെ ഓർത്ത് നാട്ടിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ വളരെ വേദനയോടെ കഴിയുന്നു. വിദേശത്തായിരിക്കുന്ന സഹോദരങ്ങളും ഒറ്റപ്പെട്ട നിലയിൽ പലരും ഭാരപ്പെടുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലേക്കുള്ള വരവ്? തുടർന്നുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ഭാരത്തോടുകൂടെ സ്വയം ചോദിച്ച് ആയിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യം. അന്യ സംസ്ഥാനങ്ങളിൽ അകപ്പെട്ടു പോയ സഹോദരങ്ങൾ, അന്യ ജില്ലകളിൽ നിന്ന് പോലും വരുവാൻ സാധിക്കാത്ത നിലയിൽ ഭാരപ്പെടുന്ന സഹോദരങ്ങൾ. ഇനിയും നമ്മുടെ കുടുംബങ്ങളിൽ 10ാം ക്ലാസ്, +1, +2 പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന, ശേഷിക്കുന്ന ചില വിഷയങ്ങളുടെ പരീക്ഷകൾ ആരംഭിക്കുവാനായിട്ട് പോകുന്നു. അതിനുവേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ കുടുംബത്തിലെ കൊച്ചുമക്കൾ, യൗവനക്കാർ, മാതാപിതാക്കൾ, പാലിയേറ്റീവ് കെയറിന്റെ സംരക്ഷണയിൽ അവശ്യ രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവരും നമ്മുടെ എല്ലാ പേരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഈ പ്രത്യേകമായ നിമിഷങ്ങൾ പരസ്പരം നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുക. നമുക്ക് വേണ്ടി ഒത്തിരി ആളുകൾ പലയിടങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ വേളയിൽ നാമും അങ്ങനെ നമുക്കായും മറ്റുള്ളവർക്കായും വേദനയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമുക്ക് വിടുതലും ആശ്വാസം നൽകുവാൻ മതിയായ ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ എല്ലാ പേരുടെയും വിശ്വാസം അതാണ്. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹാഗാറിന്റെ കണ്ണുനീര് കണ്ടവൻ, ഹന്നായുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചവൻ, എന്റെ പ്രാർത്ഥന അവൻ കേൾക്കും, എന്റെ വേദനകളെ അവൻ അറിയും. എനിക്ക് ദൈവികമായ ഒരു ആശ്വാസം ലഭിക്കും. എന്റെ വേദനകളിൽ, എന്റെ നിരാശകളിൽ, എന്റെ ദുഃഖങ്ങളിൽ, എന്റെ രോഗാവസ്ഥകളിൽ ദൈവം എന്നെ വിടുവിക്കും. ലോകത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന ഈ മഹാവ്യാധിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുവാൻ മതിയായവൻ. ദൈവമേ, മാനവരാശിയോട് വീണ്ടും മനസ്സലിയണമേ. ഈ വൈറസിന്റെ വ്യാപനത്തിനെതിരായി ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. മെഡിസിൻ കണ്ടുപിടിക്കുന്നതിനും ചികിത്സകൾ നൽകുന്നതിനും വേണ്ടുന്ന ആലോചനകൾ നൽകുന്നതിനും അത് പ്രാവർത്തികമാക്കുവാനും പോലീസ് അധികാരികൾ, ഭരണ നേതൃത്വം, ഡോക്ടർമാർ, നഴ്സുമാർ, അങ്ങനെ വ്യത്യസ്ത നിലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പേരുടെയും അനുഗ്രഹത്തിനായും ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങൾ, സംഘടനകൾ, ഇവരുടെ എല്ലാവരുടെയും ശുശ്രൂഷകൾ ഓർക്കാം. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ, മിഷൻ ദൈവാലയ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയുടെ ശുശ്രൂഷകളെയും ഓർമ്മിക്കാം. ദൈവാത്മാവിനാൽ ഭരിക്കപ്പെടുന്ന ഒരു നേതൃത്വം നമുക്ക് ലഭിക്കട്ടെ. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ, വിനയത്തോടെ നിന്ന് കർത്താവിന്റെ വലിയ സാക്ഷ്യം നിറവേറ്റട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ദിവസത്തിന്റെ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസന്നിധിയിൽ വിനയപ്പെടുകയാണ്. ഞങ്ങൾ ഹൃദയങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ആണിപ്പഴുതേറ്റ കരം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് സ്നേഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വേണ്ടുന്ന ഉയർച്ചകളെ, നന്മകളെ ദാനം ചെയ്യണമേ. ഞങ്ങളുടെ കുറവുകളെ കണക്കിടാതെ, ബലഹീനതകളെ കണക്കിടാതെ സ്വർഗീയമായ സമാധാനം,
ഞങ്ങളുടെ മേൽ ചൊരിയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്നന്ന് വേണ്ടുന്ന എല്ലാ നന്മകളും, ജോലി സാധ്യതകളും, വരുമാന മാർഗങ്ങളും, പഠന സാധ്യതകളുമെല്ലാം അനുഗ്രഹിച്ച് നൽകണമേ കർത്താവേ. ഇടവകയുടെ ശുശ്രൂഷകളിൽ പ്രാർത്ഥനയോടുകൂടെ പങ്കുചേരുന്ന, സഹായിക്കുന്ന, നൽകുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കട്ടെ. തുടർന്ന് ഞങ്ങളോടുകൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. യേശുവിന്റെ പൊന്നുനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും പ്രിയമുള്ളവരെ നാം ഏവരോടും ചോദിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.